നമസ്കാരം. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ 2026 എന്ന പുതുവർഷത്തിലെ ഈ പുലരിയിൽ നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരുന്ന ചില സന്ദേശങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. 2026 എന്ന ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവത് പ്രീതിയാൽ കടന്നു വരാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതും നിങ്ങൾ അറിയേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. അത് ഭഗവത് പ്രീതി നിങ്ങളിൽ കുടികൊള്ളുന്നതിനാൽ തന്നെയാണ്. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പോസിറ്റീവായ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന ഒരു സമയമായി തന്നെ മാറാം. മുൻപ് അതല്ലായിരുന്നു സ്ഥിതി എന്നതും വാസ്തവമാണ്. അതിൽ നിന്നും പ്രകടമായ ഒരു മാറ്റം തന്നെയാണ് 2026 നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുക. നിങ്ങളിൽ പലർക്കും സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് എന്നത് വാസ്തവമാണ്. അപ്രകാരം കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലും സാമ്പത്തിക സഹായം കൂടിയേ തീരൂ എന്നൊരു സാഹചര്യം അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരത്തിലുള്ള സാമ്പത്തിക ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നു എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. എന്നാൽ പലപ്പോഴും പല ശ്രമങ്ങളും പൂർണ്ണതയിൽ എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അഥവാ വിജയത്തിലേക്ക് പലപ്പോഴും എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾ പലരോടും ആവശ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പല വിധത്തിലും സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സഹായം തന്നെയല്ല പലരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, എന്നാൽ ലഭിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത്. സാമ്പത്തികമായി വളരെയധികം തകർന്നിരിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികം അനിവാര്യമായ വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. നിങ്ങൾ പലരും ഇത്തരത്തിൽ ഒരു പ്രയാസം അനുഭവിച്ച് പോരുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വിഷമിച്ച് നിൽക്കരുത് എന്നതാണ്. സാമ്പത്തിക ഭദ്രത നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. സാമ്പത്തികപരമായ ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ 2026 നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും. എല്ലാം കൊണ്ടും പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് കാണുന്നു. നിങ്ങൾ ഇപ്പോൾ നേടുന്നത് സാമ്പത്തികപരമായി അല്ലെങ്കിൽ മറ്റ് വിഷമതകൾ, അതായത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളാണ് എങ്കിൽ അതിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ ഇടയായി തീരും എന്നതാണ്. പുതിയ മാർഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. സത്യസന്ധമായ സമീപനം പല കാര്യങ്ങളിലും വച്ച് പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ അനുകൂലമായ കാര്യങ്ങൾ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും 2026 ഭഗവത് പ്രീതിയാൽ നിങ്ങളിലേക്ക് വന്നു ചേരുക. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഈ ബന്ധം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ചില സാഹചര്യങ്ങൾ ഭഗവത് പ്രീതിയാൽ നിങ്ങൾക്ക്
അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഈ സമയം പിന്തുണ അനിവാര്യമാണ്. അത്തരത്തിൽ പിന്തുണ ലഭിക്കുന്ന സാഹചര്യം നിങ്ങളെ ചുറ്റിലും ഉള്ളതായി കാണുവാനായി സാധിക്കുന്നു. അത്തരം കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. കൂടാതെ നിങ്ങൾക്ക് വിജയങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുവാൻ സാധിക്കും എന്നും കാണുന്നു. വേണ്ടപ്പെട്ടവർക്കൊപ്പം അത്തരം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ മാറും. വളരെയധികം പോസിറ്റീവായ ഊർജം തന്നെയാണ് നിങ്ങളിലേക്ക് പ്രവേശിക്കാനായി കടന്നു വരാനായി പോകുന്നത് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് തീർച്ചയായും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിലൊരു മാറ്റം അല്ലെങ്കിൽ ചിന്തകൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുക, ചിന്തകൾ കൂടുതൽ ഷാർപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പരിവർത്തനത്തിന്റെ പാതയിലാണ് നിങ്ങൾ എന്നതാണ് വാസ്തവം. നിങ്ങളെ ഭഗവാൻ ഒരു പരിവർത്തനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കാണുന്നു. മനസ്സിലുള്ള നെഗറ്റീവായ ചിന്താഗതി അല്ലെങ്കിൽ മറ്റു വിഷമതകളാണ് എങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. വളരെ ശക്തമായ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അപ്രകാരമാണ് വന്നു ചേരാൻ പോകുന്നത് എന്ന് കാണുന്നു. പ്രതീക്ഷകൾ നൽകുന്ന ദിവസങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. നിങ്ങളിൽ പല വ്യക്തികളും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറണം എന്ന് അത്രമേൽ ഭഗവാനോട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നിങ്ങളുടെ സാഹചര്യത്തിൽ ഒരു മാർഗവും ലഭിക്കാതെ കണ്ണുകെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന് പറയാം. അത്രമേൽ എന്താണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചിന്തിക്കേണ്ടത്, ഏത് വഴിയിലൂടെ മുന്നോട്ട് പോകണം എന്ന് പോലും പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വ്യക്തികൾ തന്നെയായിരുന്നു നിങ്ങൾ. എന്നാൽ നിങ്ങളിലേക്ക് അനാവശ്യമായ ചിന്തകൾ അല്ലെങ്കിൽ അനാവശ്യമായ ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. ഇതെല്ലാം തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചടിയായി ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതായ ജോലി അല്ലെങ്കിൽ ബന്ധം, സുഹൃത്ത് ബന്ധങ്ങളാണ് എങ്കിലും നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു. ഏതോ ഒരു കാര്യം നിങ്ങളെ ഇത്തരത്തിൽ ബാധിച്ചിട്ടുണ്ടാകാം. ഒഴിവാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കാത്തതായ ചില കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിന് ഒട്ടും പൊരുത്തപ്പെടുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാകാം. ഇത്തരത്തിൽ മനസ്സുകൊണ്ട് പോലും വളരെയധികം താല്പര്യമില്ലാത്ത ചില കാര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഈ വർഷം തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനുള്ള വഴി ഭഗവാനായി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും എന്നുള്ളതാണ്. അത്തരം ചിന്താഗതികൾ, അതായത് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ നിന്നും പുറത്ത് കടക്കുവാൻ സാധിക്കില്ല എന്ന ചിന്ത മനസ്സിലുണ്ട് എങ്കിൽ അവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അത്തരം ചിന്താഗതികൾ മാറ്റേണ്ട സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ മുൻപിലുള്ളത് എന്ന് കാണുന്നു. നെഗറ്റീവായ ചിന്തകളെ ഒഴിവാക്കി പോസിറ്റീവായ ചിന്തകൾ നിറയ്ക്കുകയും അത് പല മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരുകയും ചെയ്യാം. വളരെ നല്ല മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ എന്ന് കാണുന്നു. നിങ്ങൾക്ക് നല്ലത് മറ്റുള്ളവർക്ക് ചെയ്യുവാൻ സാധിക്കുകയും പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടപ്പോൾ പല സഹായങ്ങളും നൽകി എങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു സഹായം പലരും നൽകാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിഷ്കളങ്കരും സത്യസന്ധരുമായ വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. നല്ലത് കണ്ടാൽ അത് തീർച്ചയായും ആര് ചെയ്താലും നല്ലത് എന്ന് പറയുവാൻ മടിയില്ലാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പലരെയും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ. നിങ്ങളിൽ ഒരു ദൈവിക സംരക്ഷണം
ഭഗവാന്റെ സംരക്ഷണം ഉള്ളതായി കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും ഭഗവാൻ അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ നിങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അത് തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പല വഴികളും അനുകൂലമായി നിങ്ങളിലേക്ക് വന്നു ചേരാം. ഭഗവാൻ തന്നെയാണ് നിങ്ങൾക്ക് ശക്തി പകരുക എന്ന് കാണുന്നു. സന്തോഷം, സമാധാനം നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്ന് വരാവുന്നതാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് സമയമായി എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സന്തോഷം, വിജയം നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും.